Good morning, all. Welcome to our new session. ഇന്ന് എന്തായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ADHD ആണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് പേര് പറയുന്ന പോലെ തന്നെ ഇത് എന്തിനൊക്കെയാണ് അഫക്ട് ചെയ്യുന്ന കുട്ടികളുടെ അറ്റൻഷനെയും ഇമ്പൾസ് കൺട്രോൾ ആൻഡ് ആക്ടിവിറ്റി ലെവൽ. ഇത് യൂഷ്വലി ബിഗിൻസ് ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് ക്യാൻ കണ്ടിന്യൂ ഇൻ ടു അഡൽട്ട്ഹുഡ്. Children with ADHD may struggle in school, at home and in relationships. അപ്പൊ ഇവർക്ക് ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതുപോലെ ഇത് എന്തിനൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്? അറ്റൻഷനെയും ഇമ്പൾസ് കൺട്രോൾ, അവർക്ക് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അതുപോലെ അവരുടെ ആക്ടിവിറ്റിയും അങ്ങനെ തന്നെയായിരിക്കും. ഇത് യൂഷ്വലി ബിഗിൻസ് ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് കണ്ടിന്യൂ ഇൻ ടു അഡൽട്ട്ഹുഡ്. ഇത് ചൈൽഡ്ഹുഡിൽ തുടങ്ങി അഡൽട്ട്ഹുഡ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. അവർക്ക് സാധാരണയായിട്ട് വരുന്ന ട്രബിൾസ് എന്ന് പറയുന്നത് സ്കൂളില്, അതുപോലെ വീട്ടില്, പിന്നെ അവരുടെ റിലേഷൻഷിപ്പുമായിട്ടുള്ള, അതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പില്, അതിന് പിയർ ഗ്രൂപ്പിലൊക്കെയാണ് ഇതിന്റെ പ്രോബ്ലംസ് ഇവർക്ക് വരുന്നത്. ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. ഇൻഅറ്റൻറ്റീവ് ടൈപ്പ്. ഇൻഅറ്റൻറ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ടി സസ്റ്റെയിനിങ് അറ്റൻഷനിലാണ് കൂടുതലും വരുന്നത്. ഫോർഗെറ്റ്ഫുൾനെസ്, കെയർലെസ് മിസ്റ്റേക്സ്, ശ്രദ്ധിക്കാതെ വരുന്ന മിസ്റ്റേക്സ്, അതുപോലെ തന്നെ മറന്നു പോവുക എപ്പോഴും, അതുപോലെ അറ്റൻഷൻ കിട്ടാതിരിക്കുക. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസീവ് ടൈപ്പ്. എക്സസീവ് മൂവ്മെന്റ്, ഫിഗറ്റിംഗ്, ടോക്കിംഗ്, ഇന്ററപ്റ്റിംഗ്. ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ ഇമ്പൾസീവ് ആയിരിക്കും. ആവശ്യമില്ലാത്ത കുറെ മൂവ്മെന്റ്സ്, അതുപോലെ ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യുക. തേർഡ് വൺ കമ്പൈൻഡ് ടൈപ്പ്. ഇത് നേരത്തെ പറഞ്ഞ രണ്ടിന്റെയും കൂടി കമ്പൈൻഡ് ആയിട്ട് വരും. സിംറ്റംസ് ഓഫ് ബോത്ത് ഇൻഅറ്റൻഷൻ ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി. ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻഅറ്റൻഷൻ, ഇവര് പെട്ടെന്ന് ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആകും, മറന്നു പോവുക. അതുപോലെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഹൈപ്പർ ആക്ടിവിറ്റി, റെസ്റ്റ്ലെസ്, റൺസ് ഓർ ക്ലൈംസ് എക്സസീവ്ലി, അൺഏബിൾ ടു സ്റ്റേ സ്റ്റിൽ. അതായത് ഇവർക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ല, എപ്പോഴും ഇവർക്ക് റെസ്റ്റ്ലെസ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ ഓടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തിലേക്ക് പിടിച്ചു കയറാൻ നോക്കുക, ഇങ്ങനെയായിരിക്കും ഇവര്. ഇമ്പൾസിവിറ്റി, blurts out answers, interrupt others, lack patience. ഒട്ടും പേഷ്യൻസ് ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം കോൺസെൻട്രേഷനും ഇല്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക, ചാടിക്കൊണ്ടിരിക്കുക. നമുക്ക് സാധാരണ രീതിയിൽ അച്ഛനമ്മമാരൊക്കെ പറയാറുണ്ട് ഒരു കുരങ്ങനെ പോലെയാണ്. എന്താ വെച്ചാൽ അതുപോലെയാണ്, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, വെറുതെ ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. ഇതിന്റെ കോസസ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറ്റിക് ഫാക്ടേഴ്സ് വരാം. ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ADHD ഉണ്ടെങ്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഡിഫറൻസ് കൊണ്ടിട്ട് വരാം. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ്, നമ്മൾ ചുറ്റുപാടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട്, പാരന്റൽ എക്സ്പോഷർ ടു ആൽക്കഹോൾ ഓർ ടുബാക്കോ, ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട്. പ്രിമച്യൂർ ബർത്ത് ഓർ ലോ ബർത്ത്. സാധാരണ രീതിയിൽ പറയുന്നതാണ് പ്രീമച്വർ ബർത്തോ അതല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് കൊണ്ടിട്ടോ ADHD വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത്. ഡയഗ്നോസിസ്, ഇത് എങ്ങനെയാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യണമെന്ന് നോക്കാം. നോ സിംഗിൾ ടെസ്റ്റ്, അത് ഒരു സിംഗിൾ ടെസ്റ്റിലൂടെ ഒന്നും നമുക്ക് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ബിഹേവിയറൽ ഒബ്സർവേഷൻ ആൻഡ് റിപ്പോർട്ട്സ് ഫ്രം പേരൻസ് ഓർ ടീച്ചേഴ്സ്. അവരുടെ ബിഹേവിയർ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിലൂടെയും ടീച്ചേഴ്സിന്റെയും പാരന്റ്സിൽ നിന്നും അവരെ പറ്റിയുള്ള അവരുടെ ബിഹേവിയറിനെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററി എടുക്കുന്നതിലൂടെയൊക്കെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവാലുവേഷൻ ബൈ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് ഓർ പീഡിയാട്രീഷ്യൻ, ഇവരൊക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെയാണ് നമുക്ക് ഇവരെ കൂടുതലായിട്ട് ഇവരെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ADHD ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് മാറ്റം വരുത്തുന്നതെന്ന് നോക്കാം. അക്കാഡമിക് ഡിഫിക്കൽട്ടീസ്, മെയിൻ ആയിട്ട് വരുന്നത് അക്കാഡമിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്. ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ വർക്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക. ഇമോഷണൽ ഇഷ്യൂസ്, ലോ സെൽഫ് എസ്റ്റീം, അതായത് സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം ഇല്ലായ്മ, അതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കും ഇവര്. സോഷ്യൽ പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടി മേക്കിംഗ് ഓർ കീപ്പിംഗ് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിനെ ഇവർക്ക് ഉണ്ടാക്കുന്നതിനും അതല്ലെങ്കിൽ അവരെ കീപ്പ് ചെയ്യുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട്. ഇനി ഇതിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിഹേവിയറൽ തെറാപ്പി, ഫോക്കസ് ഓൺ സ്ട്രക്ചർ, റിവാർഡ് സിസ്റ്റംസ് ആൻഡ് ഡിസിപ്ലിൻ ടെക്നിക്സിലൂടെയൊക്കെയാണ് ബിഹേവിയറൽ തെറാപ്പി ചെയ്യുന്നത്. മെഡിക്കേഷൻ എന്തിലൂടെയൊക്കെ കൊടുക്കുന്നത്? സ്റ്റിമുലൻസ് ഓർ നോൺ സ്റ്റിമുലന്റ് ഓപ്ഷൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ പ്രൊഫഷണൽസ്, പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസ് ആണ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് കൊടുക്കുന്നത് കൗൺസിലിംഗ് ആണ്. അത് അവരൊരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ഒക്കെ നിലനിർത്താൻ അവരെ സഹായിക്കും. അതുപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷനും സാധിക്കുന്നതാണ്.
ടീച്ചേഴ്സിനും പേരൻസിനുള്ള റോൾ എന്തൊക്കെയായിരിക്കാം? കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടാക്കി കൊടുക്കുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് പേഷ്യന്റ്ലി, അവരോട് ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ പേഷ്യന്റുമായിട്ടും നമ്മൾ സംസാരിക്കുക. കാരണം ഇവർക്ക് എപ്പോഴും ക്ഷമയോടുകൂടിയുള്ള കാര്യങ്ങളിലൂടെയാണ് അവർക്ക് ക്ഷമ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഇൻഅറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അവരെ പിടിച്ചിരുത്തി അവരോട് വ്യക്തമായിട്ടും നമ്മളൊരു സമാധാനത്തോടു കൂടിയുമാണ് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്. കൊളാബറേറ്റ് വിത്ത് സ്കൂൾ കൗൺസിലേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ്, ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. സ്കൂൾ കൗൺസിലേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങിലൂടെയും അതുപോലെ സൈക്കോളജിസ്റ്റിനെ കാണുന്നതിലൂടെയൊക്കെ നമുക്ക് ഇവരിൽ മാറ്റങ്ങൾ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ടീച്ചേഴ്സിനും പേരൻസിനും സാധിക്കുന്നു. ഇനി നമുക്ക് ക്ലാസ് റൂമിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഇവരുടെ ADHD എന്ന് പറയുന്ന സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു. സീറ്റ് ദ ചൈൽഡ് എവേ ഫ്രം ഡിസ്ട്രാക്ഷൻസ്, എപ്പോഴും ഇവരെ മറ്റുള്ള ഡിസ്ട്രാക്ഷൻസിൽ നിന്നും മാറ്റി നിർത്തുക. കാരണം ഇൻഅറ്റൻറ്റീവ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ കുട്ടികൾ പുറത്തേക്ക് നോക്കിയിരിക്കുക, അതായത് അപ്പുറത്ത് ചിലപ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് PT പീരീഡ് ആയിരിക്കാം, ചിലപ്പോൾ അവർ കളിക്കുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വരുന്ന ഒരു സൗണ്ടിലോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അവർക്ക് ഇൻഅറ്റൻറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് വരുന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നും അവരെ മാറ്റിയിരുത്തുക. ഗീവ് ഷോർട്ട് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്, ചെറിയതും അതുപോലെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവർക്ക് കൊടുക്കുക. പ്രൊവൈഡ് ഫ്രീക്വന്റ് ബ്രേക്സ്, ആവശ്യമുള്ള ബ്രേക്സ് അവർക്ക് കൊടുക്കുക. യൂസ് വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ചാർട്ട്സ് ഫോർ ലേണിംഗ്, വിഷ്വൽ എയ്ഡ്സും അതുപോലെ ചാർട്ട്സും ഒക്കെ ഇവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുക. കാരണം ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷ്വലി ചിലപ്പോൾ ഇവർ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കാര്യങ്ങൾ. പ്രിവെൻഷൻ ആൻഡ് ഏർലി ഇൻവെൻഷൻ, നമുക്കറിയാം ഇന്റർവെൻഷൻ ഏതൊരു ഡിസോർഡറിലാണെങ്കിലും നേരത്തെയുള്ള കണ്ടുപിടുത്തമാണ് വളരെ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. ഏർലി റെക്കഗ്നിഷൻ ഓഫ് സിംറ്റംസ്, നേരത്തെ കണ്ടുപിടിക്കുക. ഹെൽത്തി പ്രീനേറ്റൽ കെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ, സപ്പോർട്ടീവ് പേരന്റിങ് ആൻഡ് സ്ട്രക്ചേർഡ് ലേണിംഗ് എൻവയോൺമെന്റ്സ്. അപ്പോൾ ഇതിനൊരു കൺക്ലൂഷൻ നമ്മൾ പറയുമ്പോൾ ADHD ഈസ് എ മാനേജബിൾ കണ്ടീഷൻ വിത്ത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് സപ്പോർട്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണ്, അതിനനുസരിച്ച് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ADHD എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് പേഷ്യൻസ് ആൻഡ് സ്ട്രക്ചേർഡ് ഗൈഡൻസ് ഹെൽപ്പ് ചിൽഡ്രൻ റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ, അവർ മനസ്സിലാക്കുക, ക്ഷമയോടുകൂടി അതോട് പെരുമാറുക, അതുപോലെ ആവശ്യാനുസരണം അവർക്ക് ഗൈഡൻസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്താനായിട്ട് സാധിക്കും.